ഈ ഒരു ടേണിങ്ങിൽ എന്തുകൊണ്ട് നമുക്ക് സെൽഫ് റിയലൈസേഷൻ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ടേണിംഗ് പോയിന്റിലാണ് നമ്മൾ ബോഡിയും മൈൻഡും അല്ലാത്ത ഒരു സ്റ്റേറ്റിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ബ്രെത്ത് ആ ഒരു ടേൺ ചെയ്യുന്ന സമയത്തിൽ യു ആർ നൈദർ ബോഡി, യു ആർ നോ ദ മൈൻഡ്. അതായത് നമ്മളൊരു ന്യൂട്രൽ സ്റ്റേറ്റിലായിരിക്കും എന്നാണ് ഓഷോ അതിൻ്റെ കമൻറ്റിലൊക്കെ പറഞ്ഞത്. അതായത് ഒരു ന്യൂട്രൽ ഗിയറിൽ, ഒരു കാറിൻ്റെ ഒരു ന്യൂട്രൽ ഗിയർ പോലെ. അതായത് ഒരു കാർ ഓടുന്നത് എപ്പോഴാണ്, ഒന്നെങ്കിൽ ഒരു ഗിയറിൽ, ഒരു ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലൊക്കെ ഉള്ള സമയത്തായിരിക്കും ഒരു കാർ ഓടുക എന്ന് പറയുന്നത്. ഒരു ന്യൂട്രൽ ഗിയറിൻ്റെ സമയത്ത് ഒരിക്കലും കാർ മൂവ് ചെയ്യത്തില്ല. അതൊരു ഡിസ്ജോയിൻ്റ് ആണ്. അതായത് കാറിൻ്റെ ബോഡിയും ആ ഒരു എഞ്ചിനും ഒക്കെ ആയിട്ടൊരു മെക്കാനിസം ഡിസ്ജോയിൻ്റ് സ്റ്റേറ്റ്, ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ്. അതൊരു വർക്കിംഗ് കണ്ടീഷനിലല്ല ഒരു ന്യൂട്രൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു ബോഡി, അതായത് ബോഡിയും, അതുപോലെ തന്നെയാണ് നമ്മളെ ബ്രെത്ത് ആ ഒരു ടേൺ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് യു ആർ നൈദർ ഇൻ ദ ബോഡി, യു ആർ നൈദർ ഇൻ ദ മൈൻഡ്. നമ്മൾ നോർമലി ബോഡിയും മൈൻഡിലും ആണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ